ഷീപ്പ് ഫാമിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഷീപ്പ് ഫാമിൽ നിന്ന് നമ്മൾ കണ്ട ആ ലേക്കാണ്. അതിനടുത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മന്നവന്നൂർ ലേക്ക്. അത് ഏകദേശം രണ്ടും തമ്മിൽ ഏകദേശം 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ലേക്കിനടുത്തേക്ക് പോവാം. എനിക്ക് സാധാരണ ഒരിൻ്റെ പപ്പായടി എന്തൊക്കെ വരുന്നത് പുളീൻ്റെ പക്ഷെ നന്നായിട്ടുണ്ടല്ലേ. ഇത് നന്നായിട്ട് കേട്ടോ, വെറൈറ്റിയാണ്. മതി ടീ ടൊമാറ്റോ. ഷീപ്പ് ഫാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞോളൂ ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ എന്നുള്ളത്. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കാണാം മന്നവന്നൂർ ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ലേക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. കുറച്ച് ദൂരം ഉള്ളിലേക്ക് നടക്കാനുണ്ട്. കുട്ടികളുടെ ചെറിയൊരു പാർക്ക് ഉണ്ട് അവിടെ. പിന്നെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ്. മാത്രമല്ല അവിടെ കുറേ ആക്ടിവിറ്റീസ് കൂടി ഉണ്ട് കേട്ടോ. സിപ്പ് ലൈന്, പിന്നെ കൊട്ടവഞ്ചി സവാരി, കയാക്കിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യാം. അതിനൊക്കെയുള്ള ടിക്കറ്റ് അവിടെ തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ കുറേ കുട്ടി കുട്ടി ബിൽഡിങ്ങുകൾ കാണാം കേട്ടോ. ഈ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ലേക്കിൻ്റെ അവിടെ നമ്മൾ കൂടുതൽ നേരമൊന്നും സ്പെൻഡ് ചെയ്തില്ല. എന്തായാലും അവിടെയും കുറച്ച് നേരമൊക്കെ നിന്ന് അവിടുത്തെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല. കുട്ടവഞ്ചി സവാരി, കയാക്കിങ് പോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അവിടെ, അത് നമ്മൾ ചെയ്തില്ല. എന്തായാലും നമ്മൾ വന്നതല്ലേ, കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അവിടെ കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഫുൾ കോട മൂടിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല രസമായിട്ട് 2 സൈഡും കോട മൂടി. മാത്രമല്ല കുറേശ്ശെ കൃഷിത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. തട്ടുതട്ടുകളായിട്ടുള്ള കൃഷികളും ഒക്കെ ആയിട്ടുള്ള നല്ല രസമായിട്ടുള്ളൊരു യാത്രയാണിത്.
റോഡ് ട്രിപ്പ് അങ്ങനെ പൂണ്ടി വില്ലേജ് വരെ ചെന്നിട്ട് അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഇനി അങ്ങോട്ട് പോളൂരുണ്ട്, ക്ലാവരയുണ്ട്. അപ്പോൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ നിന്നാൽ നമുക്ക് അടുത്ത വരവിലും എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ അത് അടുത്ത യാത്രയിലേക്ക് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പൂണ്ടി വില്ലേജിൻ്റെ അവിടെ വരെ പോയിട്ട് മടങ്ങി വരികയാണ് കേട്ടോ ചെയ്തത്. പോകുന്ന വഴിയിലുള്ള ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വീഡിയോയിൽ പകർത്തിയിട്ടും എനിക്ക് മതിയാവുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്ര ഭംഗിയാണ് രണ്ട് സൈഡും കാണാൻ. ആ കൃഷിത്തോട്ടങ്ങളും കോടമഞ്ഞും പൈൻമരങ്ങളും ഒന്നും പറയാനില്ല. അത്ര ഭംഗിയായിട്ട് നല്ല ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വീഡിയോ അങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കണത്. കൊടൈക്കനാലിലെ ആ തണുപ്പിലൊരു നല്ല ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്തിപ്പെട്ടത് മെൽക്കീസ് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് കേട്ടോ. അവിടുത്തെ ഹോട്ട് ചോക്ലേറ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഹോട്ട് ചോക്ലേറ്റും മെൽറ്റഡ് ചോക്ലേറ്റും അടിപൊളിയായിരുന്നു. അത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ അവിടുത്തെ. സ്വർഗം ഒന്നും പറയാനില്ല. ഒന്നുകൂടി പറയാം. ഞാൻ കഴിച്ചോട്ടെ. ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാനുള്ള അടി കൂടുതലാണ് ഗൈസ് ഇവിടെ. അവർക്ക് കിട്ടിയിട്ടില്ല. കഷ്ടണ്ട്. ഇവിടെ അടി കൂടിയാണ് ഗൈസ് ഹോട്ട് ചോക്ലേറ്റിന്. ഇനി മെൽറ്റീസിലെ ഹോട്ട് ചോക്ലേറ്റിനെ കുറിച്ച് റിവ്യൂ പറ.
കൊടൈക്കനാലിൽ വന്നിട്ട് ഹോട്ട് ചോക്ലേറ്റും മെൽറ്റഡ് ചോക്ലേറ്റും കഴിക്കണമെങ്കിൽ മെൽറ്റീസിൽ തന്നെ വരണം. ഞങ്ങൾ ഇന്നലെ ലേക്കിൻ്റെ അവിടെ നിന്ന് ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചു. അതൊരു വെള്ള സ്വാദായിരുന്നു, ഒരു സ്വാദും ഉണ്ടായിരുന്നില്ല. ഇതുണ്ടല്ലോ ചോക്ലേറ്റിൻ്റെ ഒരു ചെറിയൊരു കയപ്പും ഉണ്ടാവും. മറ്റേ മെൽറ്റഡ് ചോക്ലേറ്റ് യമ്മി. അതുകൊണ്ട് മെൽറ്റീസിൽ തന്നെ വന്ന് കുടിക്കാൻ നോക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട് ഹോട്ട് ചോക്ലേറ്റ്. കയപ്പ് ആദ്യം നമുക്ക് കുടിച്ചത് ചെറിയ കയപ്പ് തന്നു, പിന്നെ അതൊരു യമ്മി. ഇവിടെ അടികൂടലായിരുന്നു, അടികൂടൽ. ചൂടാ അങ്ങനെ കൊടൈക്കനാലിലെ ഡേ 3 അവസാനിക്കും. അതെ, ഇന്ന് രാവിലെ മന്നവന്നൂർ പോയി, പിന്നെ പൂണ്ടി പോയി അല്ലേ, കോടയുടെ ഒരു ലോകത്ത് കൂടെ പോയി നമ്മള്. മന്നവന്നൂർ മറ്റേ ലേക്കിൻ്റെ ഭാഗമൊക്കെ സൂപ്പറാണ്. പൂണ്ടി പിന്നെ അങ്ങോട്ടൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല. കുറേ ഇതേമാതിരി കാർഷിക ഗ്രാമങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കെന്താ വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ അവിടെ പോയിട്ടൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് മാത്രം കണക്കാക്കി പോവാതെ ആ യാത്ര ആസ്വദിക്കാനായിട്ട് നമുക്ക് പോവാനാണെങ്കിൽ നല്ല സ്ഥലമാണ്. മന്നവന്നൂരൊക്കെ എത്തണ വരെയും, മന്നവന്നൂരല്ല അതിനപ്പുറം അത് എത്തണ വരെയും നല്ല കാഴ്ചകൾ കണ്ട് നല്ല ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ആസ്വദിച്ച് പോവാൻ പറ്റണ ഒരു ഡ്രൈവാണ്. അപ്പം അങ്ങനെ അവിടെയൊക്കെ പോയി വന്നു. ഒന്നുമില്ലെങ്കിൽ കാട്ടുപോത്തിനെ കാണാം. ഞങ്ങൾക്ക് എപ്പോൾ കൊടൈക്കനാലിൽ വന്നാലും കാട്ടുപോത്തിനെ കാണാൻ പറ്റാറുണ്ട്. എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇക്കുറി നമ്മൾ കാട്ടുപോത്തിനെ കണ്ടില്ല. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു. ലേക്കിൻ്റെ പരിസരം ഒന്നും കൂടി പോയി കറങ്ങി. ഇന്നലെ വൈകുന്നേരവും കറങ്ങി, ഇന്ന് വൈകുന്നേരം പോയി. കാരണം എന്താ വെച്ചാൽ ഹോട്ട് ചോക്ലേറ്റ് ഞങ്ങൾക്ക് നല്ലത് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ മെൽറ്റീസ്, അവള് മറക്കില്ല, മെൽറ്റീസ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോയിട്ട് അത് ശരിക്കും സൂപ്പറാണ്. നിങ്ങൾ കൊടൈക്കനാലിൽ വന്ന ഒരുപാട് ഹോട്ട് ചോക്ലേറ്റിന്റെ കാണാൻ പറ്റും. പക്ഷെ എല്ലാ കടയിലും എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് വലിയ സുഖമൊന്നും ഉള്ളതൊന്നുമല്ല. ഇത് നല്ല അടിപൊളിയായിരുന്നു. മറ്റേ മെൽറ്റീസിലെ അടിപൊളിയുണ്ട്. മറ്റേ മെൽറ്റഡ് ചോക്ലേറ്റ് യമ്മി, ഇതും നന്നായിരുന്നു. അങ്ങനെ കൊടൈക്കനാലിലെ ഏറ്റവും പഴയ ഫേമസ് ആയിട്ടുള്ള അസ്റ്റോറിയയിൽ പോയിട്ട് രാത്രി ഡിന്നറും കഴിച്ച് ഞങ്ങളിതാ തിരിച്ച് റൂമിലെത്തി. ഇനി കിടന്നു. ടാറ്റാ ബൈ ബൈ, ഞങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞു. അങ്ങനെ നാളെ രാവിലെ ഞങ്ങൾ കൊടൈക്കനാലിനോട് ബൈ ബൈ പറയും. രാവിലെ വീഡിയോ എടുക്കുമോ ഒന്നും അറിയില്ല. അപ്പോൾ പറ്റിച്ച വല്ലതൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഇല്ല. ഇപ്പം ഇന്ന് കിടന്നുറങ്ങാം, രാവിലെ എണീക്കുക, പോവുക. അപ്പോൾ ഇന്നേക്ക് ടാറ്റ. വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇടാം, അല്ലെങ്കിൽ ഇതോടുകൂടി കൊടൈക്കനാൽ വ്ലോഗ് അല്ല. നമ്മൾ നാളെ ചിലപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ പോവില്ലേ, ചിലപ്പോൾ എടുത്തു അറിയില്ല. അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഇന്നലെ ഹോട്ട് ചോക്ലേറ്റ് കഴിച്ച് മതിയാവാതെ ഇന്ന് രാവിലെ കൊടൈക്കനാലിൽ നിന്ന് വിട പറയുമ്പോൾ ഞങ്ങൾ വീണ്ടും മെൽറ്റഡ് ചോക്ലേറ്റും ഹോട്ട് ചോക്ലേറ്റും നമ്മുടെ അവിടുന്ന് മെൽറ്റീസ്ന്ന് വീണ്ടും വാങ്ങി ഞങ്ങൾ ഇതാ കഴിച്ചിട്ട് പോവുകയാണ്. കൊടൈക്കനാലിൻ്റെ മധുരമുള്ള ഓർമ്മയ്ക്ക്. വേണം യമ്മി യമ്മി യമ്മി, അടിപൊളി അടിപൊളി.